ന്യൂസിലൻഡ് യാത്രയിൽ വളരെ സന്തോഷം നൽകുന്നതാണ് ദി ചർച്ച് ഓഫ് ഹോളി ഷെപ്പേർഡ്. രണ്ടു വശത്തും വലിയ മലകൾക്കിടെയുള്ള യാത്രയിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ സുന്ദരമായ പുല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിൻ്റെ പാതകളൊക്കെ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിയും പച്ചപ്പും ആകാശത്തിൻ്റെ നീലിമയും ഒക്കെ ചേർന്ന് സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇത് എന്നുള്ളതിന് ഒട്ടും സംശയമില്ല. ഇതിൻ്റെ വശത്തുകൂടി ടിക്കാപ്പോ എന്ന് പറയുന്ന ഒരു ലേക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തിൻ്റെ മുൻവശത്ത് തന്നെ ദി ചർച്ച് ഓഫ് ദി ഗുഡ് ഷെപ്പേർഡ് എന്നുള്ള അതിൻ്റെ പേരും അതിൻ്റെ സ്ഥാപനത്തെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ പല ഭാഷകളിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ വശത്തൊക്കെ വേസ്റ്റ് ഇടുവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ബിന്നുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ രാജ്യം ദേവാലയങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ്. അതിൻ്റെ പുറകുവശത്തായിട്ട് ടിക്കാപ്പോ എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു തടാകം നമുക്ക് കാണുവാൻ സാധിക്കും. കിലോമീറ്ററുകൾക്കപ്പുറം ഇങ്ങനെ പർവ്വതങ്ങൾ മഞ്ഞു മൂടിക്കിടക്കുന്ന സുന്ദരമായ കാഴ്ചയും ഈ ദേവാലയത്തിൻ്റെ മുറ്റത്തു നിന്ന് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ദേവാലയം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മുഴുവൻ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ദേവാലയമാണ്. വളരെ കുറച്ച് ആൾക്കാരെ ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് സഞ്ചാരികളായിട്ടുള്ളൂ എങ്കിലും വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. തടാകവും പർവ്വതങ്ങളും പച്ചപ്പും നീലിമയും എല്ലാം ചേർന്ന് ഈ ദേവാലയത്തെ ഒരു സുന്ദരമായ പ്രദേശമാക്കി മാറ്റുന്നു. ദേവാലയത്തിൻ്റെ നടുമുറ്റത്ത് നോക്കുമ്പോൾ അകലങ്ങളിൽ മൊട്ടക്കുന്നുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. കുന്നിൻ്റെ ഒരു സൈഡിൽ പച്ചപ്പുള്ള കാടുകളും അതിനപ്പുറം പർവ്വതത്തിൽ സൂര്യപ്രകാശം സുന്ദരമായിട്ട് പ്രതിഫലിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ സഞ്ചാരികളുടെയൊക്കെ ചെറിയ നടത്തമൊക്കെ ഒഴിച്ചാൽ വളരെ ശാന്തമായിട്ടുള്ള പ്രദേശമാണ്.